ഇന്ന് എന്തായാലും ശരി നല്ല അടിപൊളി വരും പാലപ്പം ചെയ്തേക്കാന്ന് വെച്ചു. ഇത് കുറച്ച് പച്ചരിയാണ്, നമ്മുടെ അരി അളക്കുന്ന നാഴിയാണ്. ഈ നാഴിക്ക് നമുക്ക് കുറച്ച് പച്ചരി അങ്ങോട്ട് എടുക്കാം. ഒരു 1.5 നാഴി പച്ചരി, കുറച്ച് വെള്ളം ഒഴിച്ച് ഇത് കഴുകി വൃത്തിയാക്കി കാടിയെല്ലാം കളഞ്ഞ് ഒരു 2-3 മണിക്കൂർ വെള്ളത്തിനകത്ത് കിടക്കണം. ഏകദേശം ഒരു 3 മണിക്കൂറെങ്കിലും ആയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ പച്ചരിയൊക്കെ നല്ലപോലെ ഒന്ന് കുതിർന്നിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഈ വെള്ളം ഒന്ന് ഊറ്റിക്കളയാണ്. നമുക്ക് ഈ അരി അരയ്ക്കുന്ന ജാലിലോട്ട് ഈ പച്ചരി ഒന്നിട്ട് കൊടുക്കുക, ഒന്ന് അരച്ചെടുക്കണം. ഇനി ഒരല്പം വെള്ളം ഒഴിച്ച് കൊടുക്കും, ഒന്ന് ഇളക്കി. ഇപ്പോൾ ഇത് ഒരുവിധമൊക്കെ നന്നായിട്ടൊന്ന് അരച്ചിട്ടുണ്ട്. ഒരു വലിയ തേങ്ങയുടെ പകുതി ഇതേപോലെ 1/2 ടീസ്പൂണ് ഈസ്റ്റ് കൂടെ അങ്ങോട്ട് ഇട്ട് കൊടുക്കുക. ഈസ്റ്റ് കൂടെ ഇട്ടതിന് ശേഷം നല്ലപോലെ അരച്ചെടുക്കുക. ഇപ്പോൾ അരഞ്ഞ് കാണും. ഇതിപ്പോൾ നല്ലപോലെ അരച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിൻ്റെ അകത്തോട്ട് 1/2 കപ്പ് ചോറ്, ആ ചോറും ഇട്ട് കൊടുക്കുക. വെള്ളം പോരായിക്കുണ്ടെങ്കിൽ നമുക്ക് അല്പം വെള്ളം കൂടെ ഒഴിച്ച് കൊടുക്കണം. ഇനിയാണ് നല്ലപോലെ അരച്ചെടുക്കേണ്ടത്. കുറച്ച് വെള്ളം ഒഴിച്ച് ഈ ജാറിൻ്റെ അകത്തുള്ള ആ മാവ് കൂടെ നമുക്കിങ്ങനെ എടുക്കാം. നല്ലപോലെ ഒന്ന് ഇളക്കി ഇനി ഇതൊന്ന് അടച്ച് വെച്ച് രാത്രി 10 മണിയായി. രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റിനുള്ളതാണ് ഇത്. ഏകദേശം ഒരു 7 മണിക്കൂറെങ്കിലും ഇരിക്കുകയാണെങ്കിൽ നല്ലതാണ്. അത്ര സമയം ഇരിക്കണം. ഇപ്പം രാവിലെ കാണും. മാവൊക്കെ നന്നായിട്ടൊന്ന് പുളിച്ചിട്ടുണ്ട്. ഇതേപോലെ 1/2 ടീസ്പൂൺ അളവിൽ പഞ്ചസാരയും ഇട്ട് കൊടുക്കുക. നമുക്കിതിനാവശ്യമുള്ള ഉപ്പ് പൊടി കൂടി ഇട്ട് കൊടുക്കുക. ഈ മാവ് പുളിക്കുമ്പോഴത്തേക്ക് ആ പുളിപ്പിൻ്റെ ഒരു മണമുണ്ടല്ലോ, കറക്റ്റ് അതായിട്ടുണ്ട്. പാലപ്പച്ചട്ടി അടുപ്പത്തൊന്ന് വെച്ചിട്ടുണ്ട്. ഒന്ന് ചൂടായതിന് ശേഷം നമുക്ക് പാലപ്പം റെഡിയാക്കാം. ഇനി ഇത് വട്ടം ഒന്ന് ചുറ്റി കറക്കി അല്ലേ. ആ ആദ്യത്തെ മാവ് ഒഴിച്ച ശേഷം നമുക്കൊന്ന് അടച്ചു വെക്കാം. അപ്പോൾ ആദ്യത്തെ റെഡിയായി തോന്നുന്നല്ലേ. ആ സൈഡൊക്കെ അതൊന്ന് മുറിഞ്ഞ് വരുന്നുണ്ട്. ഇങ്ങോട്ടിടെ ഇതിപ്പം നമ്മൾ ഈ പാലപ്പം പരിചയപ്പെടുത്തുകയെന്ന് വെച്ചാൽ അറിയാൻ വയ്യാത്തവർക്കിട്ടൊന്ന് കാണിച്ചത് മാത്രമേ ഉള്ളൂ കേട്ടോ. ഇതേപോലെ ചെയ്യാൻ അറിയാൻ വയ്യാത്ത കുട്ടികളുണ്ടെങ്കിൽ ചെയ്തു നോക്കുക. നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടും.